പിറവത്ത് നിന്ന് +2 വിദ്യാർത്ഥിയെ കാണാതായി എന്നുള്ളതാണ്. ഓണക്കൂർ സ്വദേശിയായ അർജുൻ രഘുവിനെയാണ് ഇന്നലെ മുതൽ കാണാതായത്. സ്കൂളിലേക്കെന്ന് പറഞ്ഞ പോയ കുട്ടി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. പാമ്പാക്കുട ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്. സൈഫുനീസ അലിയാറുണ്ട് വിവരങ്ങളുമായി. സൈഫുനീസ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ കുട്ടിക്കായുള്ള തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഇന്നലെ പോയ കുട്ടി ഇതുവരെ എത്തിയില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പോലീസ് അന്വേഷണം? എന്താ വീട്ടുകാർ പറയുന്നത്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഇന്നലെ സ്കൂൾ തുറന്ന ദിവസമായിരുന്നു. രാവിലെ 8:30 കൂടിയാണ് ഈ അർജുൻ രഘു സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സമർത്ഥനായ വിദ്യാർത്ഥിയാണ്. 10ാം ക്ലാസ്സിലൊക്കെ ഫുൾ A+ നേടുകയും ഒക്കെ അനൂപ് ജേക്കബ് MLA-യുടെയൊക്കെ ട്രോഫിയൊക്കെ നേടുകയൊക്കെ ചെയ്തിരുന്ന കുട്ടിയാണ്. +2 വിദ്യാർത്ഥിയാണ് ഈ അർജുൻ രഘു. രാവിലെ സ്കൂളിലേക്ക് സാധാരണ പോലെ പോയതാണ്. രാവിലെ പോയ ശേഷം വൈകിട്ട് വരെ സ്കൂളിലായിരിക്കുമെന്നാണ് വീട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നത്. വൈകിട്ട് സന്ധ്യയാവാറായപ്പോഴും വീട്ടിലേക്ക് തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് സ്കൂൾ ടീച്ചറെ വീട്ടുകാർ വിളിക്കുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞ കുട്ടി ഇന്ന് ആബ്സെന്റ് ആയിരുന്നു എന്നാണ്. പിന്നീടാണ് പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു ബസ് കണ്ടക്ടർ ഈ കുട്ടിയെ കണ്ടതായി പറയുന്നുണ്ട്. അത് കുട്ടി 10 രൂപയുമായി ബസ്സിൽ കയറി എവിടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഈ പൈസയ്ക്ക് പോകാൻ പറ്റുന്ന സ്ഥലം വരെ പോകണമെന്ന് പറയുകയും അങ്ങനെ പിറവത്തു നിന്ന് ഒരു 5 കിലോമീറ്റർ അകലെ പേപ്പതി എന്ന സ്ഥലത്ത് വെച്ച് ബസ്സിൽ നിന്ന് കുട്ടിയോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞ് ഇറക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ കണ്ടക്ടർക്ക് അപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നുവെന്നും കണ്ടക്ടർ പറയുന്നുണ്ട്. ഈ കുട്ടിയെ തന്നെയാണ് കണ്ടത് എന്നും പറയുന്നുണ്ട്. എന്തായാലും പേപ്പതിയിൽ ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി. വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഈ സ്ഥലത്ത് പോയി അന്വേഷണം നടത്തി. അതായത് വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അകലെയാണ് ഈ പറയുന്ന സ്ഥലം. അവിടെ അന്വേഷണം നടത്തിയിട്ടും കുട്ടിയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ അന്വേഷണം ഇന്നലെ ഉണ്ടായില്ല എന്നൊരു സങ്കടം കൂടി വീട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഒരു രാത്രി പിന്നിട്ടിരിക്കുകയാണ്. കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം രാവിലെ മുതൽ വീണ്ടും പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. സമർത്ഥനായ വിദ്യാർത്ഥിയാണ്. അങ്ങനെ ഒരുപാട് കൂട്ടുകെട്ടുകളൊന്നുമില്ല, മൊബൈൽ ഫോണില്ല കയ്യിൽ. അതുകൊണ്ട് തന്നെ എവിടേക്കാണ് പോയത് എന്ന് ചോദിച്ചറിയാനും കഴിയാത്തൊരു സ്ഥിതിയിലാണ് എന്നാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. ശരി സൈഫുനീസ, ഇപ്പം ഈ അടുത്തിടെയായിട്ട് ഇങ്ങനെ പിള്ളേർ വീട് വിട്ടു പോകുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരിക അല്ലേ? ഓരോ കുട്ടികളിങ്ങനെ വീട് വിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോവുക, പോലീസ് അന്വേഷണം നടത്തുക, പിന്നീട് കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾ. ഇതിലിപ്പോൾ നമ്മളൊരു ബസ്സിൽ കയറി ഒരു കുട്ടി 10 രൂപ കൊടുത്തിട്ട് എനിക്ക് ഇവിടെ ഇറങ്ങിയാൽ മതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും സംശയം തോന്നേണ്ടതാണ്. ആ കുട്ടിയോട് ചോദിക്കേണ്ടതൊക്കെയാണ്. എന്തുകൊണ്ടാണ് ആ കണ്ടക്ടർ കുട്ടിയോട് അക്കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കാത്തത് എന്നുള്ള കാര്യത്തിലാണ് ഒരു സംശയം. സൈഫുനീസ അലിയാറാണ് വിവരങ്ങൾ നൽകിയത്. എത്രയും വേഗം കുട്ടിയെ കണ്ടെത്തട്ടെ.